ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഹെയർ ബാൻഡാണ് കേട്ടോ. നമ്മളെ പിള്ളേർക്ക് ഹെയർ ബാൻഡൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് നാശമായി കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മളത് വലിച്ചെറിയില്ലേ ചെയ്യുക. ഇനി മുതൽ ആരും ഹെയർ ബാൻഡ് വലിച്ചെറിയണ്ട. അതിന് പകരം നമുക്ക് ആ കളയുന്നതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഹെയർ ബാൻഡ് മാത്രമായിട്ട് കിട്ടും. ആ സ്റ്റീലിൻ്റെ ഒരു കമ്പി അത് മാത്രമായിട്ട് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് പുതിയൊരെണ്ണം ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അതിന് ഞാനിവിടെ കുറച്ച് റെഡ് കളറിലുള്ള ക്രിസ്റ്റൽസ് എടുക്കുന്നുണ്ട്, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മൾ ഏത് കളർ ബീഡാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു തുണി. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഷൈനിങ് ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഇതേ കളറുള്ള ക്രേപ്പിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ആ ഹെയർ ബാൻഡിൻ്റെ എത്രത്തോളം വീതി വരുന്നുണ്ട് എന്ന് നോക്കിയിട്ട് ആ ചീത്ത വശത്ത് നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് മെഷീനിൽ അടിച്ചെടുക്കുക. എന്നിട്ട് അതിന് മറിച്ചിടുക കേട്ടോ. മറിച്ചിടുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സൂചി നൂലും വെച്ചിട്ടും അല്ലെങ്കിൽ വല്ല ഈർക്കിൽ വെച്ചിട്ടോ ഒക്കെ അതിന് തിരിച്ചെടുക്കില്ലേ. നമ്മൾ ഇപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതറിയാം. പാവാടയ്ക്കൊക്കെ നമ്മൾ വള്ളി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതിനൊന്ന് ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെയുള്ള കുറച്ച് കമ്പികളാണ് കേട്ടോ. ഇതൊന്ന് നല്ല കട്ടി കമ്മിയായിട്ടുള്ള കമ്പിയാണ്. അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. പക്ഷെ ഇത് നിവർത്തി കഴിഞ്ഞാൽ അത് കണ്ടില്ലേ, ഇത്രത്തോളം ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് പിന്നെ ഈ ഒരു കമ്പിയാണ്. ഇത് നമുക്ക് പല കളറിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സിൽവർ കളറ്, അതുപോലെ ഗോൾഡൻ കളറ്, പിന്നെ ഗ്രീൻ കളറ്, യെല്ലോ കളറ്, അതുപോലെ റെഡ്, അങ്ങനെ പലതരത്തിലുള്ള കമ്പികളും കിട്ടും. ഇപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആ ഒരു പൈപ്പിംഗ് പോലെ ഒരു തുണി ചെയ്തെടുത്തിട്ടില്ലേ, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹെയർ ബാൻഡിൻ്റെ ഒരറ്റം ഇങ്ങനെ കോർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ഇത് മൊത്തം ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിബൺ വെച്ചിട്ട് ഈ കമ്പീനെ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. അതെന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമുക്കിതിപ്പോൾ ഈ കമ്പിയൊക്കെ ചിലപ്പോൾ നാശമായിട്ടുണ്ടാവും. ഇതാണ്ടല്ലേ, കളറൊക്കെ പോയിട്ട് ഒന്ന് തുരുമ്പ് പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എന്താണ്, ഉള്ളിലോട്ട് പോകണമല്ലോ, കാണാതിരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ വശവും ഒന്ന് ഇതുപോലെ ചുരുക്കി ആ ഹെയർ ബാൻഡ് മൊത്തം നമുക്ക് കവർ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് എളുപ്പമാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുക്കാനായിട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗം എന്ത് ചെയ്യാന്നറിയോ, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒരറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അവിടെ വേണമെങ്കിൽ പശ വെച്ച് തേച്ചിട്ട് നമുക്കവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഉരുകി പോകുന്ന തുണിയാണെങ്കിൽ നമുക്ക് ഒരു സിസർ ലൈറ്റർ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് അതവിടെ ഒട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് ഗ്ലൂ തേച്ചിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഒന്നുകൂടി ആ കറക്റ്റ് ഒന്ന് വലിച്ച് നേരെ ഇപ്പുറത്തെ സൈഡിൽ ബാക്കി വന്നിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ ഇതുപോലെ സിസർ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും അവിടെ ഒന്ന് ഒട്ടിയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വെറുതെ പിള്ളേർക്ക് വീട്ടിലിടുമ്പോഴോ അല്ലെങ്കിൽ എവിടെ പുറമെ പോകുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ ഈ ക്രിസ്റ്റൽസൊക്കെ വെച്ചിട്ട് ഒരു ഡിസൈന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനി നമുക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിനിയിപ്പോൾ ചെയ്യാനുള്ളത്, ഈ കമ്പിയിൽ നിന്ന് ഒരു കമ്പി എടുക്കുക കേട്ടോ. ഇത് ഓരോ പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരൊറ്റ കമ്പി ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ രണ്ടാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരറ്റത്ത് കൂടി നമ്മൾ ഇതിൽ ഒരു മീഡിയം സൈസിലുള്ള ക്രിസ്റ്റൽസാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതിൽ കുറച്ച് വലുതും അതിന് കുഞ്ഞിതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് ഈ ഏകദേശം ഇത്ര പോകുന്നത് സൈസിലുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. ഇത് ഒരൊറ്റ കമ്പിയിൽ ഒരു 6 എണ്ണം കോർത്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ഭാഗത്ത് 6 ക്രിസ്റ്റൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഇട്ട് കൊടുത്തതിന് ഇതിനെ സെൻറ്റർ ഭാഗത്തേക്ക് ആക്കുക കേട്ടോ. എന്നിട്ട്
ഒരു ലാസ്റ്റ് ഏത് ഭാഗത്തു നിന്നും നമുക്ക് എടുക്കാം. ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഒരു മുത്തെടുക്കുക കേട്ടോ, അറ്റത്തുനിന്ന്. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ കമ്പി അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് എത്തുമ്പോൾ എന്താ ഇതുപോലെ ഒന്ന് പെട്ടെന്നൊന്ന് വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കമ്പിയൊന്നും വളയാതെ നമുക്ക് കിട്ടും. ഇതാ ഒരൊറ്റ ഇത് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമുക്കിത് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് 3 ക്രിസ്റ്റലാണ് ഇനി ഇടേണ്ടത്. ഇതുപോലെ 3 ക്രിസ്റ്റലാണ് ഇടേണ്ടത് ഒരു വശത്ത്. മറ്റേ വശത്ത് നമ്മൾ 2 ക്രിസ്റ്റലും. കാരണം ഓൾറെഡി നമ്മൾ സെൻറ്ററിൽ ഇപ്പോൾ ഒരു മുത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിനി 5 മുത്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഭാഗത്ത് വേണമെങ്കിലും എന്താ പറയുക, ഇപ്പോൾ 3 മുത്ത് ഏത് സൈഡിൽ വേണമെങ്കിലും ഇടാം. അതേപോലെ തന്നെ 2 മുത്തുള്ളതും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് സൈഡിൽ വേണമെങ്കിലും ഇടാം കേട്ടോ. എന്നിട്ട് 3 മുത്ത് നമ്മൾ ഇട്ടിട്ടില്ലേ, അതിന്ന് ആ അറ്റത്ത് കിടക്കുന്ന മുത്തിലേക്ക് ഇപ്പുറത്തെ സൈഡിലുള്ള കമ്പി ഒന്ന് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഫ്ലവർ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇതുപോലെ രണ്ട് ഫ്ലവറായിപ്പോൾ. ഇനി വീണ്ടും നമ്മൾ ഇതേ പ്രോസസ്സിങ് തന്നെ നമ്മൾ വീണ്ടും ചെയ്തെടുക്കുക. ഒരു സൈഡിൽ 3 മറ്റേ സൈഡിൽ 2. എന്നിട്ട് ആ 3 ഏറ്റവും അറ്റത്ത് ഉള്ളതിലേക്ക് ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ആ ഹെയർ ബാൻഡിൻ്റെ എവിടെ മുതൽ നമുക്ക് എവിടം വരെ വേണം എന്ന് നോക്കിയിട്ട് ആ ഒരു അത്ര ലെങ്ത്തിൽ വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഇത്രയായപ്പോൾ കമ്പി നമ്മുടെ കഴിഞ്ഞു, കണ്ടില്ലേ. ഇനി ആകെ കുറച്ച് കമ്പിയുള്ളൂ. പക്ഷേ ഇത്രത്തോളം വീണ്ടും നമുക്ക് ലെങ്ത്ത് വേണം. അപ്പോൾ ഇനി നമ്മളിതെങ്ങനെ ഇതിലേക്ക് കമ്പി കൂട്ടിച്ചേർക്കുമെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഭാഗത്തേക്കാണ് കേട്ടോ കാണിക്കുന്നത്, എടുക്കുകയാണ്. എന്നിട്ട് വേറൊരു കമ്പി നമുക്ക് ഇതുപോലെ വീണ്ടും എടുക്കുക. എന്നിട്ട് ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള കമ്പി ഉണ്ടല്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ എങ്ങനെയാണോ കമ്പി നമുക്ക് കിട്ടിയത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സിങ് വീണ്ടും ചെയ്യുക. ഒരു ഭാഗത്ത് 3 ക്രിസ്റ്റൽ ഇടുക, മറ്റേ ഭാഗത്ത് 2 ക്രിസ്റ്റൽ ഇടുക. എന്നിട്ട് 3 ഭാഗത്തുള്ള ക്രിസ്റ്റലിലെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന മുത്തിലേക്ക് ഇപ്പുറത്തെ സൈഡിലുള്ള കമ്പി ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒന്ന് വലിക്കുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ അപ്പുറത്തെ സൈഡിലുള്ള കമ്പി ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പെട്ടെന്ന് അവിടെ എത്തുമ്പോൾ ആ അറ്റെത്തുമ്പോൾ ഒന്ന് പെട്ടെന്ന് വലിച്ചെടുക്കുക. അപ്പോൾ കമ്പിയൊന്നും വളയാതെ കറക്റ്റ് ആ പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം നോക്കിയിട്ട് അതുവരെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മൊത്തം ചെയ്തിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ ആ ഹെയർ ബാൻഡിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിട്ട് ഇങ്ങനെ ഇത്രയും നീളത്തിൽ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഒരറ്റത്തുനിന്ന് നമ്മൾ എവിടെയാണോ ഈ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ഏകദേശം ആ ഒരു ഷേപ്പ് നോക്കുക. എവിടം വരെ നമുക്കിതെവിടെ എത്തുന്നുണ്ട് എന്ന് നോക്കിയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരറ്റത്തെ കമ്പി ഇപ്പം എനിക്ക് ഇതുവരെ ആട്ടോ എത്തുന്നത്, കണ്ടില്ലേ. ഹെയർ ബാൻഡിൻ്റെ കുറച്ച് മുകൾ ചെവിയുടെ ആ ഒരു കുറച്ച് സൈഡിൽ നിന്നാണ് നമുക്കിത് കിട്ടുക. അപ്പം നമ്മളിതാ ഏകദേശം ആ അളവിൽ അവിടെ വെച്ചിട്ട് ഈ കമ്പി എന്ത് ചെയ്യാന്നറിയോ, ഒന്ന് ഇങ്ങനെ ഇതുപോലെ 2 അറ്റത്തെ സൈഡിലും ഒന്ന് ആക്കി വെക്കുക. എന്നിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. ഓരോ കമ്പി അപ്പുറത്തെ സൈഡിലുള്ള കമ്പീനെ ഇപ്പുറത്തെ സൈഡിലോട്ട് അടിഭാഗത്തൊന്ന് ഇങ്ങനെ മുകളിലോട്ട് ആക്കിയിട്ട് ഒന്ന് വലിച്ച് കെട്ടി കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾക്ക് എങ്ങനെയാണോ നമുക്കപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു കമ്പീനെ എന്ത് ചെയ്യുക, നമ്മൾ ഈ സെൻറ്റർ ഭാഗത്ത് മുത്തുണ്ടല്ലോ ആ മുത്തിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് നമുക്കതവിടെ കെട്ടി കിട്ടും.
കണ്ടില്ലേ ഇതുപോലെ. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഇപ്പുറത്തോട്ടും ഇതുപോലെ ഒന്ന് ആ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇട്ടിട്ട് ഇങ്ങോട്ടും ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനങ്ങി പോവില്ല, നല്ലതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും നമുക്ക് ആ ഒരു കമ്പി കഴിയുന്നത് വരെ, കുറേ വേണ്ട ലെങ്ത്തിൽ, പക്ഷെ എന്നാലും ഒരു ഏകദേശം നമുക്ക് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് ഒന്ന് അതിനെയൊക്കെ ഒന്ന് അവിടെ തന്നെ ചുറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ അതിനെ ഒന്ന് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. കമ്പി ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് മുകളിലോട്ട് ആ കമ്പീനെ എടുത്തിട്ട് ആ മുത്തിൻ്റെ അടിയിലോട്ടാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിതൊക്കെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കണ്ടില്ലേ, ആ മുത്തിൻ്റെ അടിയിലോട്ട് ഇതിനിങ്ങനെ മോൾ ഭാഗത്ത് ആ മുത്തിൻ്റെ അടിയിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ആ എന്താ പറയുക കമ്പി ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള ഭാഗം നമ്മളിതാ കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ഒന്ന് ചെയ്തെടുക്കാം. ഇതിനെ ഇതുപോലെ കറക്റ്റാക്കി വെച്ച് ഒന്ന് പിടിച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ അറ്റത്തോട്ട് എത്തുമ്പോൾ നമ്മൾ നേരത്തെ അവിടെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഇവിടെയും ചെയ്തെടുക്കുക. അപ്പം നമുക്കിത് ചെയ്തിട്ട് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ചെയ്യാനുള്ളത്, നമ്മളിതുപോലെ ഫ്ലവർ പോലെ ചെയ്തിട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ അതേ കളറിലുള്ള ആ ക്രിസ്റ്റൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതേ കളറിലുള്ള മുത്തല്ലാതെ തന്നെ വേറെ കളറും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിന് മാച്ചാവുന്ന, ഇപ്പോൾ ബ്ലാക്ക് ആയിക്കോട്ടെ. കണ്ടില്ലേ ഇങ്ങനെ ആ ഒരു റൗണ്ട് ഷേപ്പ് കാണുന്നുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ വെക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഞാൻ വെച്ച് കാണിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഈ വൈറ്റ് കളറും മുത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാക്ക് വെക്കാം, അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇതിന് മാച്ചാവുന്ന യെല്ലോ, അങ്ങനെ ഏത് കളർ വേണമെങ്കിലും നമ്മൾ ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഈ റെഡ് കളർ തന്നെയാണ് ഞാനിവിടെ വെക്കാൻ പോകുന്നത്. അതിന് ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ മറ്റൊരു കമ്പി എടുത്തു. എന്നിട്ട് നമ്മൾ ആ സെൻറ്റർ ഭാഗത്തുള്ള ആ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ ആ മുത്തിൻ്റെ അടിയിൽ കൂടെ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെയും അതുപോലെ തന്നെ അവിടെ ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് കെട്ടി വെക്കണം കേട്ടോ നമുക്ക്. വീണ്ടും ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒന്നുകൂടി എടുത്തിട്ട് അതിനെ അവിടെ ഒന്ന് കെട്ടിയിട്ട് ഉറപ്പിക്കുകയാണ്. എന്നിട്ട് ബാക്കി വരുന്ന കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരറ്റത്ത് നമ്മൾ ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ കോർത്ത് കൊടുക്കുക കേട്ടോ. ഒരെണ്ണമാണ് ഞാനിവിടെ കോർത്ത് കൊടുക്കുന്നത്, കാരണം സെൻറ്റർ ഭാഗത്ത് ഒരൊറ്റ മുത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നിങ്ങനെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ആ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ കൊടുന്നിട്ട് നടുവിൽ വെച്ചിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ട്വിസ്റ്റ് ചെയ്യല്ല, വെറുതെ അതിൻ്റെ അടിഭാഗത്തോടെ എടുത്തിട്ട് മുകളിലോട്ട് കൊണ്ടുവരിക. നല്ലതുപോലെ വലിച്ച് പിടിക്കണം കേട്ടോ. ആ മുത്തുകളുടെ ആ സെൻറ്റർ ഭാഗത്തിലൂടെ ഇത് വേണം ഈ കമ്പി കൊണ്ടുവരാനായിട്ട്. 6 മുത്തല്ലേ വെച്ച്, അപ്പം 3 മുത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന്. എന്നിട്ട് ഇതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ
ഇതാണ്ടല്ലോ ഒരു മുത്തുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കമ്പി ഇട്ടിട്ട് ഒന്നുകൂടി അടിയിൽ കൂടെ മുകളിലോട്ട് കൊണ്ടുവരിക. ഇതാ ഇങ്ങനെ. എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു ക്രിസ്റ്റൽ കോർത്തെടുക്കുക. എന്നിട്ട് ആ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് വെച്ചിട്ട് വീണ്ടും നമ്മൾ അടിയിലോട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് മുകളിലോട്ട് കൊണ്ടുവരിക. ഇതാ ഇപ്പോൾ ഞാനിതാ ആ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചു. എന്നിട്ട് അടിയിലോട്ട് ഇതാ അടിയിലൂടെ കൊടുന്നിട്ട് മുകളിലേക്ക് എടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്ത ഫ്ലവറിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് മുത്തുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതവിടെ സെൻറ്റർ ഭാഗത്ത് ആ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഒന്ന് ഈ കമ്പി ഒന്ന് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിനെ വലിച്ച് അടിയിലൂടെ മുകളിലോട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇനി ചെയ്യുമ്പോൾ ഒരു ക്രിസ്റ്റൽ ഇടുക. എന്നിട്ട് ആ മറ്റേ ഫ്ലവറിൻ്റെ നടുവിലോട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ആ ഹെയർ ബാൻഡ് മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ചെയ്തിട്ട് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മളിതാ കംപ്ലീറ്റ് ആ ഹെയർ ബാൻഡ് മൊത്തം ഇതുപോലെ ആ നടുവിൽ ക്രിസ്റ്റൽ വെച്ചിട്ട് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പം നല്ല വൃത്തിയിൽ ശരിക്കും ഒരു ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് അടുപ്പിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി വീണ്ടും ഇതുപോലുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ ആയാലും അതുപോലെ ക്രാഫ്റ്റ് ആയാലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for watching.